Good afternoon, all. Good afternoon. Good afternoon, Miss. Good afternoon, ma'am. Good afternoon, ma'am. Okay, class start ചെയ്യുന്നതാണ്. നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സില് ഇമേജ് പറഞ്ഞായിരുന്നോ? ലാസ്റ്റ് ക്ലാസ്സില് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഗോസ് എക്കോ ഫ്രണ്ട്ലി ഇമേജിനെ കുറിച്ച് പറഞ്ഞോ നമ്മള്? അല്ലെങ്കിൽ ആ പോയിന്റ്സ് വരെയാണോ? ഫൈനൽ ബെനഫിറ്റ്സ് വരെയാണോ നിർത്തിയത് കഴിഞ്ഞ ക്ലാസ്സില്? ഇമേജ് പറഞ്ഞിട്ടില്ല. ഓക്കെ, ബെനഫിറ്റ്സ് ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് അവിടെ വരെയല്ലേ പറഞ്ഞു നിർത്തിയത് പോയിന്റ്സുകള്? ഓക്കെ, നിങ്ങൾ വായിക്കുന്നുണ്ടോ? അതിനൊക്കെ ചെക്ക് ചെയ്യണ്ടേ? ഓക്കെ, നോക്കാം. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഗോസ് ഇക്കോ ഫ്രണ്ട്ലി ഇമേജ് കണ്ടോ? ഇമേജ് എന്ന് പറഞ്ഞൊരു ഇതൊരു പദ്ധതിയാണ്, അല്ലെങ്കിൽ ഒരു പ്രൊജക്ട് ആയിട്ടാണ് പറയുന്നത്. ഇമേജിന്റെ ഫുൾ ഫോം ആണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഗോസ് ഇക്കോ ഫ്രണ്ട്ലി. കണ്ടോ, എക്സാമിന് എപ്പോഴും ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇമേജ് സ്റ്റാൻഡ് ഫോർ, ഇമേജിന്റെ ഫുൾ ഫോം പഠിച്ചു വെക്കണം, മറക്കരുത്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഗോസ് ഇക്കോ ഫ്രണ്ട്ലി. ഇനി എന്താണ് ഇമേജ് എന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പദ്ധതിയെ കുറിച്ചാണ്. ഈ ബയോമെഡിക്കൽ വേസ്റ്റ് കൈകാര്യം ചെയ്യുന്ന ഒരു പദ്ധതിയാണ് ഇമേജ് എന്ന് പറയുന്നത്. നോക്കാം. ഇമേജ് അസോസിയേറ്റ്സ് with all modern medicine healthcare establishment in both private and government like hospitals, but based on their bed strength, clinics based on number of rooms facilities, lab based on diagnostic facility, dental clinic based on number of dental chair, nominal non-returnable fees being charged at the time of affiliation. ഒന്നും മനസ്സിലാക്കിയില്ലെന്ന് അറിയാം. നോക്കാം. ഇമേജ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആക്കി പറഞ്ഞുതരാം. ഇമേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പദ്ധതിയാണ്. നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് ബയോമെഡിക്കൽ വേസ്റ്റുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന, അതിന് നമ്മൾ സംസ്കരിക്കുന്ന ആ ഒരു പ്രോസസ്സിന്റെ ഒരു പദ്ധതിയാണ് ഇമേജ് എന്ന് പറയുന്നത്. ഈ ഇമേജ് എന്ന് പറഞ്ഞ ഒരു പദ്ധതിയിലെ അംഗങ്ങളായിട്ടുള്ളവരുടെ പേരുകളാണ് ഇവർ പറയുന്നത്. പ്രൈവറ്റ് ആൻഡ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ്, പ്രൈവറ്റും ഗവൺമെന്റിലും വരുന്ന ഹോസ്പിറ്റൽസുകൾ ഇതിൽ അംഗങ്ങളാണ്. അവരുടെ ഹോസ്പിറ്റലിന്റെ ബെഡ് സ്ട്രെങ്ത്, ഓരോ ഹോസ്പിറ്റലിന്റെ ബെഡ് സ്ട്രെങ്തിനനുസരിച്ച്. അതുപോലെ തന്നെ ക്ലിനിക്കുകൾ, ചെറിയ ചെറിയ ക്ലിനിക്കുകളൊക്കെ ഉണ്ടാവും. ക്ലിനിക്കുകള്, ലബോറട്ടറീസ്, ലാബ്, അതുപോലെ തന്നെ ഡയഗ്നോസ്റ്റിക് സെന്ററുകൾ, അതുപോലെ ഡെന്റൽ ക്ലിനിക്സുകൾ, നമ്മൾ പല്ലിന്റെ ഒക്കെ കണക്കിലുള്ള ഡെന്റൽ ക്ലിനിക്സുകൾ, ഡെന്റൽ ക്ലിനിക്സുകൾ. അപ്പൊ ഇതെല്ലാം ഇമേജിൽ മെമ്പർഷിപ്പ് ഉള്ളവരാണെന്ന്, ഇമേജിലെ അംഗങ്ങളാണ്. Nominal non-returnable fee is being charged at the time of affiliation. അഫിലിയേഷന്റെ ടൈമില് ഒരു നിശ്ചിത ഒരു നോമിനൽ ഫീസ്, അത് നോൺ റിട്ടേണബിൾ ആണ്, നമുക്ക് തിരിച്ചു കിട്ടില്ല. ഒരു ഫീസ് ഈ ഒരു ഇതിൽ മെമ്പർഷിപ്പ് എടുക്കുന്ന ഒരു ടൈമിൽ നമ്മൾ ഇവര് ഒരു നിശ്ചിത ഫീസ് നമ്മൾ ഇമേജിൽ നമ്മൾ ഫീസ് അടക്കേണ്ടതായിട്ട് വരുന്നു. ആ ഫീസ് അടക്കേണ്ടതാണ് നമ്മൾ പറഞ്ഞത്. എല്ലാവർക്കും ഒരേ ഫീസ് ആയിരിക്കണം എന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ അതിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഹോസ്പിറ്റൽ ബേസ്ഡ് ഓൺ ദെയർ ബെഡ് സ്ട്രെങ്ത്, ഹോസ്പിറ്റലിലെ ബെഡ് സ്ട്രെങ്ത് അനുസരിച്ച്. ഇപ്പൊ ചിലപ്പോൾ വലിയൊരു മൾട്ടി ഡെവലപ്ഡ് ഹോസ്പിറ്റലാണ്, ഒരു 100 to 500 ബെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഫീസ് ചിലപ്പോൾ കൂടുതലായിട്ട് വരാം. ഇനി ചെറിയ ക്ലിനിക് ആണെങ്കിൽ അത്ര ഫീസ് വരണമെന്നില്ല. ഓക്കെ, നെറ്റ്വർക്ക് പ്രോബ്ലം ഉണ്ടോ? എല്ലാവർക്കും ഉണ്ടോ? മഴയും കാര്യങ്ങളൊക്കെ ഇല്ലേ, അത് കുറച്ചുപേർക്ക് ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. ഞാൻ പറയുന്നത് ക്ലിയർ ആണോ? ഒരാൾക്ക് മാത്രമാണോ നെറ്റ്വർക്ക് ഇഷ്യൂ വന്ന ആൾക്ക് മാത്രമാണോ? ബാക്കി എല്ലാവർക്കും കേൾക്കാമോ? ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഇമേജ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഇങ്ങനെ പ്രൈവറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ ഇതിന് അംഗങ്ങളാണ്. ദെൻ ആ ഒരു മെമ്പർഷിപ്പിന്റെ ടൈമിൽ നമ്മളൊരു ഫീസ് ഈടാക്കുന്നു. അത് നോൺ റിട്ടേണബിൾ ആയിട്ടുള്ള ഒരു ഫീസ് ആണ്. ഇനി നമുക്ക് നോക്കാം. The operating expenses being met by charging a nominal monthly fee as operational cost declared for the category HCI, Healthcare Institution. ഇതിന് നമ്മൾ ഇതിനകത്ത് മെമ്പർഷിപ്പ് ആകുമ്പോൾ ഒരു ഫീസ് നമ്മൾ അടയ്ക്കണം. അതോടൊപ്പം തന്നെ ഓരോ മാസം മന്ത്ലി നമ്മൾ വേസ്റ്റ് എടുക്കാൻ വരുമ്പോൾ, ഹോസ്പിറ്റലിൽ വേസ്റ്റ് എടുക്കാൻ വരുമ്പോൾ ഒരു മന്ത്ലി പേയ്മെന്റ് ഉണ്ടെന്ന്. അത് എത്രത്തോളം നമ്മുടെ വീട്ടിൽ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു, പ്ലാസ്റ്റിക് എടുക്കാൻ വരും അല്ലെ, ഹരിതകർമ്മസേനക്കാർ വരില്ലേ, അപ്പൊ നമ്മളൊരു ഫീസ് കൊടുക്കുന്നുണ്ട്. ആ ഒരു മന്ത്ലി പേയ്മെന്റ് എത്ര രൂപയാണ് മന്ത്ലി പേയ്മെന്റ് കൊടുക്കുന്നത്?
യെസ് 50 രൂപയാണ് അല്ലെ. അപ്പൊ ആ മന്ത്ലി പേയ്മെന്റ് നമ്മൾ കൊടുക്കുന്നു. അപ്പൊ അതുപോലെ തന്നെയാണ് ഇമേജിൽ അവര് നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് മറ്റു ബയോമെഡിക്കൽ മാലിന്യങ്ങൾ ശേഖരിക്കുമ്പോൾ നമ്മൾ ഈ വേസ്റ്റിന് നമ്മൾ ഒരു എമൗണ്ട് എല്ലാ മാസവും ഒരു ഫീസ് കൊടുക്കണം. ഇനിയാണ് നമ്മൾ ഇമേജിനെ കുറിച്ച് പഠിക്കാൻ പോകുന്നത്. ഇമേജ് വാസ് സ്റ്റാർട്ടഡ് അറ്റ് പാലക്കാട്. അണ്ടർലൈൻ ചെയ്യാം. ഇമേജ് എന്നൊരു പരിപാടി അല്ലെങ്കിൽ ആ ഒരു പദ്ധതി സ്റ്റാർട്ട് ചെയ്യുന്നത് പാലക്കാടാണ്. It was commissioned on 14th December 2003. ഇത് കമ്മീഷൻ ചെയ്യപ്പെട്ടത് ഡിസംബർ 14, 2003 ഇത് ഫസ്റ്റ് കമ്മീഷൻ ചെയ്യപ്പെട്ടത്. The image plan has been working successfully from January 2004. ഡിസംബർ 14 ഇത് സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ അത് സക്സസ് ആയിട്ട് അത് റൺ ചെയ്യാൻ തുടങ്ങിയത് ജനുവരി 2004. പിറ്റേ മാസം, പിറ്റേ കൊല്ലം അല്ലെ, അടുത്ത മാസം ജനുവരിയിലാണ് ഇത് പ്രവർത്തനങ്ങൾ നടക്കാനായിട്ട് തുടങ്ങിയത്. Then has been providing commendable services to the state since its formation in its thereby guaranteeing scientific removal of infectious waste generated from health caring institutions across the Kerala. അപ്പോ ഇമേജ് പ്ലാൻ വർക്ക് സക്സസ് ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയത് ജനുവരി 2004. ദെൻ ഇതൊരു കമന്റബിൾ സർവീസ്. എന്താ കമന്റബിൾ എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും നല്ലൊരു സേവനമാണ് ഇമേജ് കാഴ്ചവെക്കുന്നത്. ഇമേജ് ബൈ ഗ്യാരണ്ടി, നമുക്ക് ഗ്യാരണ്ടി തന്നെയാണ് സയന്റിഫിക് റിമൂവൽ ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റിന്റെ സയന്റിഫിക് ആയിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള ഒരു റിമൂവൽ ആണ് ഇമേജ് പ്ലാന്റിലൂടെ ചെയ്യുന്നത്. അതായത് വേറെ ഇൻഫെക്ഷൻസ് കാര്യങ്ങളൊന്നും പ്രദേശങ്ങളിൽ ഉണ്ടാകാത്ത രീതിയിൽ വളരെ സയന്റിഫിക് ആയിട്ടുള്ള ഒരു റിമൂവൽ പ്രോസസ് ആണ് ഇമേജ് പ്ലാന്റിൽ അവർ ചെയ്യുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇത് നമ്മുടെ കേരളത്തിലുടനീളമുള്ള ഹോസ്പിറ്റലുകളിൽ നിന്നും ഈ മാലിന്യങ്ങൾ നമ്മൾ ശേഖരിക്കുന്നു. വിത്തിൻ 48 hours, 48 മണിക്കൂറിനുള്ളിൽ, അതായത് നമ്മളിപ്പോ അവരെ കോണ്ടാക്ട് ചെയ്ത് 48 മണിക്കൂറിനുള്ളിൽ ഹോസ്പിറ്റലുകളിൽ നിന്നും വന്ന് ബയോമെഡിക്കൽ വേസ്റ്റ് മാലിന്യങ്ങളെ കളക്ട് ചെയ്യുന്നു. In line with the provision laid down the Biomedical Waste Management Rules 2016 released by the Ministry of Environment and Forest, Government of India. Underline ചെയ്യാം. Year management ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂള് നിലവിൽ വന്നത് 2016. അണ്ടർലൈൻ ചെയ്തോ? ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂള് നിലവിൽ വന്നത് 2016 ദെൻ ഡെവലപ്പ് ചെയ്തത് ആരാണ്? ഇത് റൂള് കൊണ്ടുവന്നത് മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ്, MOEF. ഓക്കെ. ദെൻ all government healthcare institutions under Directorate of Health Service Kerala and Directorate of Medical Education of Kerala are beneficiaries of special scheme of image, by which they are spread from paying affiliation fees and made eligible for the service from image at subsidious rate. Either all government healthcare institution, ഗവൺമെന്റിന്റെ കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് അണ്ടർ ആരുടെ കീഴിലുള്ളത്? ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസ് കേരള ആൻഡ് ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഓഫ് കേരള. ഇതിന്റെ രണ്ടിന്റെ കീഴിലുള്ള ഗവൺമെന്റ് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾക്ക് ഒരു ബെനഫിഷ്യറി ആണ്. കാരണം അവർക്ക് എക്സ്ട്രാ പേയ്മെന്റ് കൊടുക്കേണ്ട ആവശ്യമില്ലാന്ന്. അപ്പോ അതിൽ എലിജിബിൾ ആയിട്ടുള്ള ഈ ഒരു രണ്ടിന്റെയും കീഴിലുള്ള മെഡിക്കൽ ഗവൺമെന്റ് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസുകാർക്ക് സബ്സിഡിയറി റേറ്റിലാണ്. ഇപ്പൊ നമ്മൾ ഫീസിന്റെ കാര്യം പറഞ്ഞല്ലോ, ഈ ഫീസ് എല്ലാം ഒരു സബ്സിഡിയറി റേറ്റ് അവർക്ക് ഉണ്ടാകും. ഒരു നിശ്ചിത എമൗണ്ട് കുറവ് വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഗവൺമെന്റ് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഡയറക്ടർ ഹെൽത്ത് സർവീസിന്റെ കീഴിലോ ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഓഫ് കേരള, ഇതിന്റെ രണ്ടിലും കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിന് മാത്രം ഒരു സബ്സിഡിയറി റേറ്റ് ഇമേജ് നൽകുന്നു. ഇനി നെക്സ്റ്റ് പറയുന്നത് ഇമേജ് പ്ലാന്റിലോട്ട് ഓരോ വർഷവും കടന്നു വരുന്ന ബയോമെഡിക്കൽ വേസ്റ്റിന്റെ ഒരു അളവിനെ കുറിച്ചാണ് ഇനി ജസ്റ്റ് ഒന്ന് പറയുന്നത്. ഓൺ ആൻ ആവറേജ് അബൌട്ട് 55.8 tons of biomedical waste arrives at the image plant daily.
ഒരു ദിവസം ഇമേജ് പ്ലാനിലോട്ട് വരുന്ന ബയോമെഡിക്കൽ വേസ്റ്റിന്റെ അളവ് എന്ന് പറയുന്നത് 55.8 ടൺസ് ആണെന്ന്. അപ്പൊ ഒരു നിസ്സാര എമൗണ്ട് ആണോ? ആലോചിച്ച് നിങ്ങള് 55.8 ടൺസ് ആണ് ഒരു ദിവസം പ്ലാനിലോട്ട് വരുന്നത്. കേരളത്തിൽ ഉടനീളം ഇത് പ്രവർത്തിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ ഒരു ഹോസ്പിറ്റലിൽ തന്നെ നമുക്കറിയാം അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു മാലിന്യങ്ങൾ ഉണ്ടാകും കേട്ടോ. 55.8 എന്ന് പറഞ്ഞാൽ ഒരു നിസ്സാര എമൗണ്ട് ആണോ അത്? ആണോ? അല്ല അല്ലേ? യെസ്. അപ്പൊ ഇവിടെ പറയുന്നത് നമ്മുടെ ഇമേജ് പ്ലാന്റിലോട്ട് ഒരു ദിവസത്തിൽ വരുന്നത് 55.8 ടൺസ് ബയോമെഡിക്കൽ മാലിന്യങ്ങളാണ്. ആ 55.8 എന്നുള്ളത് ഒന്ന് റൗണ്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. 55.8 എന്നുള്ളത് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് വെച്ചേക്കാം. ടോട്ടൽ വരുന്ന ഒരു എത്രത്തോളം ആണെന്നുള്ളതാണ്. ഇനി of which 30.5 tons are incinerable waste that collected in yellow bag. അതില് ടോട്ടല് 55.8 ആണ് ഒരു ദിവസം പ്ലാന്റിലോട്ട് വരുന്നത്. അതില് 30.5 ടൺസ് എന്ന് പറയുന്നത് ഇൻസിനറബിൾ വേസ്റ്റ്, നമ്മൾ ചാരമായിട്ട് കത്തിക്കഴിഞ്ഞിട്ടുള്ള ചാരമായിട്ടുള്ള വേസ്റ്റുകളാണ്. അത് നമ്മൾ എവിടെയാണ് കളക്ട് ചെയ്യുന്നത്? യെല്ലോ കളർത്തോടുള്ള ബാഗിലാണ്. 90 ടൺസ് ഓട്ടോക്ലേവബിൾ വേസ്റ്റ്, അതില് 19 ടൺസ് എന്ന് പറയുന്നത് ഓട്ടോക്ലേവ് ചെയ്ത വേസ്റ്റുകളാണ്. അത് നമ്മൾ റെഡ് ബാഗ്സിലാണ് കളക്ട് ചെയ്യുന്നത്. നമ്മൾ കളർ കോഡ് പഠിച്ചില്ലേ ടേബിളില്? ആ കളർ കോഡിന്റെ കാര്യം ബ്രാക്കറ്റിൽ പറയുന്നത്. ഓക്കെ. 5 ടൺസ് ആണ് ബോട്ടിൽസ്, 5 ടൺ ബോട്ടിൽസ് ആണ്. 0.7 ടൺസ് ഷാർപ്പ് ആൻഡ് മെറ്റൽസ്, ഷാർപ്പ് വേസ്റ്റുകളും മെറ്റൽസുകളും. 0.6 ടൺ ഡിസ്കാർഡഡ് മെഡിസിൻ, നമ്മൾ ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള മെഡിസിൻസുകളാണ് 0.6 എന്ന് പറയുന്നത്. This waste is gathered from all 30,000 plus healthcare centers across the state of Kerala within 24 hours its generation. ഇത് 13,000-ഓളം അതിൽ കൂടുതൽ നമ്മുടെ കേരളത്തിൽ ഉടനീളമുള്ള ഹെൽത്ത് കെയർ സെന്റേഴ്സിൽ നിന്നും 24 അവേഴ്സിനുള്ളിലാണ് ഇത്രയും 55.8 ടൺസ് നമ്മൾ ഒരു ദിവസം ശേഖരിക്കുന്നത്. ഒരു ദിവസമാണ് 55.8 പറയുന്നത്. ഓക്കെ, ഇതാണ് ഇമേജിനെ കുറിച്ച് നമുക്ക് ഇത്രയേ ഉള്ളൂ പഠിക്കാനായിട്ട്. ദെൻ നിങ്ങൾക്ക് ഇമേജിനെ കുറിച്ച് കൂടുതൽ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു പദ്ധതി ആയിരിക്കും ഇമേജ്. ആണോ? ആർക്കെങ്കിലും നേരത്തെ അറിയാമോ ഇമേജ് എന്നൊരു പദ്ധതി ഉണ്ട്? അറിയുമായിരുന്നു ആർക്കെങ്കിലും? ഇല്ല. ഓക്കെ, അപ്പോ നമുക്കിത് പഠിക്കാൻ ഇത്രയേ ഉള്ളൂ, ഒരുപാടൊന്നും പഠിക്കാനില്ല. ഇനി നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയണം അല്ലെങ്കിൽ പ്രോസസ് ഒക്കെ നോക്കണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ ഒന്ന് അടിച്ചു നോക്കാം കേട്ടോ. നോക്കുവോ? ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യാറുണ്ടോ നിങ്ങള്? ഞാൻ മറന്നു നോക്കും ചിലപ്പോ. ഞാൻ പിറ്റേ ദിവസം വന്നാൽ ചിലപ്പോ മറന്നു നോക്കും. കാരണം ചിലപ്പോ നമുക്ക് ഒരു ദിവസം കഴിഞ്ഞിട്ട് ചിലപ്പോ അടുത്ത നെക്സ്റ്റ് വീക്ക് ആയിരിക്കും ചിലപ്പോ ഞാൻ വന്ന് കയറുന്നത് ക്ലാസ്സിൽ അല്ലെ. അപ്പൊ പല വർക്ക് ഞാൻ നിങ്ങൾ പറയാറുണ്ട്, പക്ഷെ ഞാൻ ചോദിക്കാൻ വിട്ടു പോകും നിങ്ങളോട്. ഇതൊന്ന് നോക്കണം കേട്ടോ. ഇമേജ് എന്നുള്ളത് ഒന്ന് യൂട്യൂബിൽ ഒന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രോസസ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നോക്കില്ലേ? അടുത്ത ക്ലാസ്സിൽ ഞാൻ ചോദിക്കാം കേട്ടോ. ഞാൻ മറന്നു പോയാലും നിങ്ങൾ എന്നെ ഓർമ്മിപ്പിക്കണം. ഓക്കെ, ഞാൻ ചിലപ്പോ മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. നിങ്ങളൊന്ന് ഓർമ്മിപ്പിച്ചാൽ മതി. ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണം കേട്ടോ. യൂട്യൂബിലായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്ന് പറയുന്നത്, കാരണം ആ പ്രോസസ്സും വീഡിയോസ് ആയിട്ടൊക്കെ കാണാൻ പറ്റും. ഓക്കെ, അത് ടാസ്ക് ആയിട്ടിരിക്കട്ടെ അല്ലെ. അപ്പോ ഇമേജില് പ്രത്യേകം പഠിക്കാനായിട്ടുള്ളത് ഇമേജിന്റെ ഫുൾ ഫോം പഠിച്ചു വെക്കണം. ഈ ഒരു സെക്ഷനിൽ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ഇമേജ് എന്നുള്ള സെക്ഷനിൽ ഒരുപാട് ക്വസ്റ്റ്യൻ നമുക്ക് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇമേജ് എന്നുള്ളതിനകത്ത് നോക്കാം. ഇമേജിന്റെ ഫുൾ ഫോം പഠിക്കണം. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഗോസ് എക്കോ ഫ്രണ്ട്ലി. ഓക്കെ, അതാണ് ഇമേജിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. പിന്നെ അതിനകത്ത് വരാൻ ചാൻസ് ഉള്ളത് ഇമേജ് സ്റ്റാർട്ട് ചെയ്തത് എവിടെയാണ്? പാലക്കാട്. ഡിസംബർ കമ്മീഷൻ ആയിട്ടുള്ള ഡേറ്റ് നോക്കാം. സ്റ്റാർട്ടിംഗ് ഡേറ്റ് നോക്കാം കേട്ടോ. കമ്മീഷൻഡ് ആയത് 14th December 2003 ദെൻ സക്സസ്ഫുള്ളി റൺ ചെയ്യാൻ തുടങ്ങിയത് 2004 ഓക്കെ,
ഇനി നമുക്ക് അതിനകത്ത് വരാനായിട്ടുള്ളത് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് റിലീസ് ആയത് എന്താണ് 2016 ടോട്ടൽ ഒരു ദിവസം ഡെയിലി വരുന്ന 55.8 ടൺസ് ആണ്. ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കണം, കാരണം ഇമേജ് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ്. പല രീതിയിലും ക്വസ്റ്റ്യൻസ് അവിടെ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ ഇമേജ് എന്നുള്ള സെക്ഷൻ. റേഞ്ചിന്റെ ഇഷ്യൂസ് ഓക്കെ ആയോ, ക്ലിയർ ആയോ? ആരും നേരത്തെ റേഞ്ചിന്റെ ഇഷ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ ആണോ, ക്ലിയർ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ, ക്ലിയർ ആണോ? ഞാൻ പറയുന്നത് ഓക്കെ ആണോ എല്ലാവർക്കും? ചെറിയ ത്രോട്ട് പ്രോബ്ലം, കോൾഡ്, പനി എല്ലാം ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് ഒരുപാട് സ്ട്രെയിൻ ഞാൻ ചെയ്യുന്നില്ല. എപ്പോഴും അതുപോലെ ഒരുപാട് അങ്ങനെ സ്ട്രെയിൻ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കുഴപ്പമില്ലല്ലോ, ഓക്കെ അല്ലേ? വായിച്ചു നോക്കാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വായിക്കുന്നതിനോടൊപ്പം ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പോകാം കേട്ടോ. ഇമേജിന്റെ കാര്യം മറക്കണ്ട, യൂട്യൂബില് ചെന്ന് ഇത് തന്നെ നോക്കണം. നിങ്ങൾക്ക് കുറച്ചും കൂടി കൂടുതൽ അറിവ് കിട്ടും. നമുക്ക് ഇത്ര പഠിക്കാനുള്ളൂ, ഒരുപാട് അതിന്റെ പ്രോസസ് ഒന്നും പഠിക്കാനില്ല കേട്ടോ. നിങ്ങൾക്ക് ജസ്റ്റ് അറിയണമെന്ന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഡൗട്ട് എന്തെങ്കിലും ചോദിച്ചതാണോ? ഡൗട്ട്സ് എന്തെങ്കിലും ക്ലിയർ ചെയ്യാനാണോ? ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് ടൈം തരാം കേട്ടോ. ഈ പെട്ടെന്ന് എല്ലാവരുടെയും മെസ്സേജ് നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ആ ഒരു ഫ്ലോയിൽ ഞാൻ വായിക്കുമ്പോഴേക്കും അത് പറഞ്ഞ് റിപ്ലൈ തരാൻ പറ്റാറില്ല കേട്ടോ എല്ലാത്തിലും. മാക്സിമം ഞാൻ നോക്കും റിപ്ലൈ കേട്ടോ. ലാസ്റ്റ് 5 minutes ഞാൻ പറയാം. ഓക്കെ, ചോദിച്ചാൽ മതി കേട്ടോ, നിങ്ങൾക്ക് ചോദിക്കാനുള്ളത്. മെസ്സേജുകൾ ഇങ്ങനെ പെട്ടെന്ന് നമുക്കത് വായിക്കുന്നതിനിടയ്ക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. ഓക്കെ, കംപ്ലീറ്റ് ചെയ്യാട്ടോ വായിച്ച്. വായിച്ചെല്ലാവരും കംപ്ലീറ്റ് ചെയ്തോ? ഇമേജ് ക്ലിയർ ആണോ? വായിച്ചിട്ട് ഓക്കെ ആണോ? എന്താണ് ഇമേജ് എന്നുള്ള ഒരു ഏകദേശം ഔട്ട്ലൈൻ കിട്ടിയോ? ഒന്നും അറിയാത്തതായിട്ട് ആരും ഇല്ലല്ലോ. ഓക്കെ, ബാക്കി നിങ്ങളൊന്ന് യൂട്യൂബിലൊന്ന് നോക്കുക, വീഡിയോസ് ഒക്കെ ഒന്ന് കാണാം കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ നമുക്ക് ടെക്സ്റ്റിൽ നമുക്ക് പറഞ്ഞിരിക്കുന്നത് കുറച്ച് സിംബൽസ് ആണ്, കുറച്ച് ചിഹ്നങ്ങളൊക്കെയാണ്. ബയോമെഡിക്കൽ വേസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സൈൻ സിംബൽസുകളാണ്. ജസ്റ്റ് സിംബൽസ് ഒന്ന് നോക്കി വെക്കാം. മേ ബി എക്സാമിന് സിംബൽ ചോദിച്ചിട്ട് അത് എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിക്കാം, ചാൻസ് ഒക്കെ ഉണ്ട്. ഫസ്റ്റ് സിംബൽ എന്ന് പറയുന്നത് ബയോഹസാർഡ്സ് ആണ്. ബയോഹസാർഡിനെ സൂചിപ്പിക്കുന്നതാണ്. രണ്ടാമത്തത് നോക്കി ഒരു ട്രയാങ്കിളില് ജസ്റ്റ് ഒരു ഇതുപോലെ തന്നിട്ട് സൈറ്റോടോക്സിക് വിഷാംശമുള്ള മാലിന്യങ്ങള് മീൻസ് സൈറ്റോടോക്സിക് ഡ്രഗ്സുകള് വിഷപദാർത്ഥങ്ങളായിട്ടുള്ളത്. മൂന്നാമതായിട്ട് പറയുന്നത് വാർണിംഗ് ഇൻഫെക്ഷ്യസ് വേസ്റ്റ് ഡിസ്പോസ് ഓഫ് പ്രോപ്പർലി. ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള വേസ്റ്റിന് പ്രോപ്പർ ആയിട്ടുള്ള ഡിസ്പോസലാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ ഫോർത്ത് വൺ പറയുന്നത് കോഷൻ കീമോതെറാപ്പി. കീമോതെറാപ്പി നമ്മൾ കീമോ ചെയ്യുമല്ലോ, അതിന്റെ കോഷനാണ്. അത് നമ്മൾ കീമോതെറാപ്പി ചെയ്യുന്ന ഏരിയയിലോട്ട് ആർക്കും പ്രവേശനം ഉണ്ടാവില്ല. അപ്പൊ ആ ഒരു സെക്ഷനിൽ വെക്കുന്ന ഒരു സിംബലാണ്. ഓക്കെ,
4 സിമ്പിൾ ജസ്റ്റ് ഒന്ന് നോക്കിയേ, പെട്ടെന്ന് വായിച്ചു നോക്കാം കേട്ടോ സിമ്പിൾസ്. Okay, next one നോക്കാം കേട്ടോ. Management and administration must make sure. ഹോസ്പിറ്റലിലെ മാനേജ്മെന്റും ഭരണ അഡ്മിനിസ്ട്രേഷനും ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റുമായിട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പ് നൽകേണ്ട കാര്യങ്ങളാണ് ഇനി പറയുന്നത്. നോക്കാം. Every hospital must have well-defined awareness and training program for all the category of personnel concerning biomedical waste, BMW. Okay. Every hospital must have a well-defined awareness and training program. അതായത് ഈ ബയോമെഡിക്കൽ വേസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികൾക്ക്, പേഴ്സണൽസ്, അതുമായിട്ട് പ്രവർത്തിക്കുന്ന സ്റ്റാഫുകൾക്ക് ഒരു അവയർനെസ് ക്ലാസ്സുകളോ അല്ലെങ്കിൽ മറ്റു ട്രെയിനിങ് പ്രോഗ്രാംസുകളോ എല്ലാ ഹോസ്പിറ്റലുകളും മസ്റ്റ് ആയിട്ടും അറേഞ്ച് ചെയ്യണം. അല്ലെ? എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യേണ്ടത്? ദെൻ അവരുടെ സേഫ്റ്റി, അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാമുകളോ അല്ലെങ്കിൽ ഒരു അവയർനെസ് ക്ലാസ്സുകളോ അറേഞ്ച് ചെയ്യുക. ഏതാണ് ഒന്നാമതായിട്ട് ഹോസ്പിറ്റലിലെ മാനേജ്മെന്റ് ചെയ്യേണ്ട കാര്യം. ഇനി രണ്ടാമതായിട്ട് പറയുന്നത് training has to be given in a suitable language in a manner that is acceptable. Each hospital should set up a hospital waste management committee. രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത്, ഫസ്റ്റ് പോയിന്റിൽ നമ്മൾ പറഞ്ഞു ബയോമെഡിക്കൽ മാലിന്യങ്ങളുമായിട്ട് ഇടപെടുന്ന വ്യക്തികൾക്ക് ട്രെയിനിങ് കൊടുക്കാം. ദെൻ ആ ട്രെയിനിങ് കൊടുക്കുന്നത് അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ലാംഗ്വേജിലായിരിക്കണം. എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാകുന്ന ലാംഗ്വേജിൽ. അത് കൂടുതലും എനിക്ക് തോന്നുന്നു മലയാളത്തിലേക്ക് ആകുമ്പോഴായിരിക്കും എല്ലാവർക്കും എളുപ്പം ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത്. സോ എല്ലാവർക്കും ഒരുപോലെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ലാംഗ്വേജിൽ കൊടുക്കണം. Then each hospital should set up a hospital waste management committee. എല്ലാ ഹോസ്പിറ്റലും ആ ഹോസ്പിറ്റൽ ഒരു വേസ്റ്റ് മാനേജ്മെന്റ് കമ്മിറ്റി രൂപീകരിക്കണം. അപ്പോൾ ഈ വേസ്റ്റുകളൊക്കെ കൃത്യമായിട്ട് ഡിസ്പോസൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു വേസ്റ്റ് മാനേജ്മെന്റ് കമ്മിറ്റി രൂപീകരിക്കണം. Then this committee should be liable for making hospital specific action plan for hospital waste management and its supervision, monitoring and implementation. ഇനി നമ്മൾ പറഞ്ഞു എല്ലാ ഹോസ്പിറ്റലും ഹോസ്പിറ്റൽ വേസ്റ്റ് മാനേജ്മെന്റിന്റെ ഒരു കമ്മിറ്റി രൂപീകരിക്കണം. ഇനി കമ്മിറ്റി ലിയബിൾ എന്ന് വെച്ചാൽ എന്താണ്? കമ്മിറ്റിയുടെ കടമകൾ, കടപ്പെട്ടിരിക്കേണ്ടത് എന്തൊക്കെയാണ്? ഹോസ്പിറ്റൽ സ്പെസിഫിക് ആക്ഷൻ പ്ലാൻ, ഹോസ്പിറ്റലിന്റെ വേസ്റ്റ് മാനേജ്മെന്റിനെ കുറിച്ചുള്ള ആക്ഷൻ പ്ലാൻ തയ്യാറാക്കണം. അതിനെ സൂപ്പർവൈസ് ചെയ്യണം, മോണിറ്റർ ചെയ്യണം, ദെൻ അത് നടപ്പിലാക്കണം. ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഈ കമ്മിറ്റി നടപ്പിലാക്കണം. പിന്നെ അവിടുത്തെ പ്രവർത്തനങ്ങൾ സൂപ്പർവിഷൻ ചെയ്യണം, മോണിറ്റർ ചെയ്യണം. കമ്മിറ്റി ചെയ്യേണ്ട കാര്യങ്ങളാണ്. ലാസ്റ്റ് വൺ പറയുന്നത് the yearly reports accidents needed as required under biomedical waste rules should be submitted to the concerned authorities as in keeping biomedical rules format. ഓരോ വർഷത്തെ ഇയർലി റിപ്പോർട്ട്സുകൾ തയ്യാറാക്കണം. അതുപോലെ തന്നെ എന്താണ് ഈ ബയോമെഡിക്കൽ വേസ്റ്റ് നിയമപ്രകാരം ആവശ്യമായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ തയ്യാറാക്കാം. ദെൻ അപകടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഫോർമാറ്റ് അനുസരിച്ച് നമ്മൾ അതിനനുസരിച്ച് ബന്ധപ്പെട്ട അധികാരികൾക്ക് നമ്മൾ അതോറിറ്റീസിന് അത് കൈമാറുക. ഇത്രയുമാണ് ഒരു ഹോസ്പിറ്റലിലെ മാനേജ്മെന്റ് ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ. ഓക്കെ ആണോ? ക്ലിയർ ആണോ? എളുപ്പമാണ്. ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ മതി ആ പോയിന്റ്സുകൾ. അതിൽ അണ്ടർലൈൻ ചെയ്യാറൊന്നുമില്ല. എന്തൊക്കെ കാര്യങ്ങളാണ് മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ടത്. ഓക്കെ,
ഒന്ന് വായിച്ചു നോക്കിക്കോളൂ. മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് മേക്ക് ഷുവർ എന്നൊക്കെ കാര്യങ്ങൾ ചെയ്യണം. ക്ലിയർ ആണല്ലോ? ഇനി നെക്സ്റ്റ് നോക്കുക, മെഷേഴ്സ് ഫോർ വേസ്റ്റ് മിനിമൈസേഷൻ. ഇനി നമ്മുടെ ബയോമെഡിക്കൽ മാലിന്യങ്ങൾ മിനിമൈസേഷൻ ചെയ്യാനായിട്ടുള്ള മാർഗങ്ങൾ എന്തൊക്കെ മാർഗങ്ങൾ നമുക്ക് സ്വീകരിക്കാം നോക്കാം. As far as possible, purchase of reusable items made of glass and metal should be promoted. കൂടുതലും എന്താ പറയാ, കഴിയുന്നിടത്തോളം നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് റീയൂസബിൾ ആയിട്ടുള്ള ഐറ്റംസ് പർച്ചേസ് ചെയ്യുക. അതോടൊപ്പം തന്നെ എന്താണ്, യൂസ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടോ? ടെക്സ്റ്റിൽ എങ്ങനെയാ പോയിന്റ് കിടക്കുന്നത്? ഓക്കെ, വായിക്കുന്നത് ശ്രദ്ധിക്കുക. As far as possible, purchase of reusable items made of glass and metal should be promoted. അതായത് കൂടുതലും റീയൂസബിൾ ആയിട്ടുള്ളവ ഉപയോഗിക്കുക, ഗ്ലാസ്, മെറ്റൽ അതുകൊണ്ടുള്ളതൊക്കെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുക. ചൂസ് നോൺ PVC പ്ലാസ്റ്റിക് ഐറ്റംസ്, PVC അല്ലാത്ത പ്ലാസ്റ്റിക് ഐറ്റംസ് തിരഞ്ഞെടുക്കുക. അഡോപ്റ്റ് പ്രൊസീജിയേഴ്സ് ആൻഡ് പോളിസീസ് for generic management of waste produced. Adopt procedures and policy. Generic management of waste produced. അല്ലെ, അതായത് ഉത്പാദിപ്പിക്കുന്ന മാലിന്യങ്ങളെ നല്ല രീതിയിൽ മാനേജ്മെന്റിന്റെ നയങ്ങളും നടപടികളും സ്വീകരിക്കണമെന്ന്. ആ വേസ്റ്റ് ഡിസ്പോസൽ ചെയ്യാനായിട്ടുള്ള പ്രൊസീജിയേഴ്സും പോളിസീസും മാനേജ്മെന്റ് സ്വീകരിക്കുക. Establish effective and sound recycling policy for plastic recycling and contact with the authorized manufacturers. എന്താണ് പറയുന്നത്? ഇഫക്റ്റീവ് ആൻഡ് സൗണ്ട് റീസൈക്ലിംഗ് പോളിസി. ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റീസൈക്ലിംഗ് പോളിസി എസ്റ്റാബ്ലിഷ് ചെയ്യാവുന്നത്. അതായത് പ്ലാസ്റ്റിക് റീസൈക്കിൾ ചെയ്യുന്നതിനും പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു മാനുഫാക്ചേഴ്സ് അല്ലെ, നിർമ്മാണ കമ്പനിക്കാരുണ്ടാവുമല്ലോ, ഈ നിർമ്മാണക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ഫലപ്രദമായിട്ടുള്ള ഇഫക്റ്റീവായിട്ടുള്ള ഏറ്റവും മികച്ച രീതിയിലുള്ള റീസൈക്ലിംഗ് പോളിസീസുകൾ കൊണ്ടുവരിക. അങ്ങനെയുള്ള നയങ്ങൾ രൂപീകരിക്കുകയാണ്. നമ്മൾ എടുക്കുന്ന വേസ്റ്റ് പ്ലാസ്റ്റിക്കുകൾ അതുമായിട്ട് മീൻസ് നമ്മൾ മാനുഫാക്ചർ നിർമ്മാതാക്കൾ ഇത് വാങ്ങിക്കുമ്പോൾ തന്നെ അതിനെ റീസൈക്കിൾ ചെയ്യാനായിട്ടുള്ള ഒരു പോളിസി രൂപീകരിക്കുക. ഇത്രയുമാണ് വേസ്റ്റ് മിനിമൈസ് ചെയ്യാനായിട്ടുള്ള മാർഗങ്ങൾ, നമുക്ക് ഹോസ്പിറ്റലിൽ സ്വീകരിക്കാൻ പറ്റുന്ന മാർഗങ്ങൾ. ഓക്കെ, ഇത് വായിച്ചു നോക്കിയ പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കാം കേട്ടോ.
പഠിച്ചെല്ലാവരും കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ, നമ്മുടെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പെട്ടെന്ന് കഴിഞ്ഞില്ലേ ചാപ്റ്റർ? പെട്ടെന്നല്ല, നമ്മൾ തുടങ്ങിയിട്ട് അധികം നാളായിട്ടില്ല തോന്നുന്നു ഈ ചാപ്റ്റർ അല്ലെ? ഇങ്ങനെ ഉണ്ടായിരുന്നു ചാപ്റ്റർ? ബുദ്ധിമുട്ടായിരുന്നോ? ബുദ്ധിമുട്ടായിരുന്നോ ചാപ്റ്റർ? ആർക്കെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയോ? ഇല്ല, ഈസി ആയിരുന്നോ? ചെറുതായിട്ടൊക്കെ ബുദ്ധിമുട്ടുണ്ട്. ഫുള്ള് ഈസി ആണെന്ന് ഞാൻ പറയണില്ല. ഒരുപാട് കാര്യങ്ങള് പഠിക്കാനായിട്ടുണ്ട് അല്ലെ? കാറ്റഗറി ടേബിൾ പഠിക്കാനുണ്ട്. കുറച്ച് ബുദ്ധിമുട്ടാണ്, പഠിക്കാനുണ്ട് അത്യാവശ്യം അല്ലെ? ചെറിയ ചാപ്റ്റർ ആണ് എങ്കിലും ഓരോ ചെറിയ പോയിന്റ്സ് ചെയ്ത് തന്നെ നമുക്ക് ഒത്തിരി പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പോകാം. ഓക്കെ, അപ്പൊ നമ്മൾ എടുത്ത കാര്യങ്ങള് ഫസ്റ്റ് തുടങ്ങി നമ്മൾ ഈ ചാപ്റ്ററിൽ ഇതൊക്കെയാണ് പഠിച്ചത്, റിവൈസ് ചെയ്യാം. ഓക്കെ, നേരത്തെ ഡൗട്ട് ചോദിച്ചത് ആരായിരുന്നു? മനു ആണോ ചോദിച്ചത്? എന്തായിരുന്നു മനു ചോദിച്ചത്? ശ്രദ്ധിച്ചില്ല, കമന്റ് വായിച്ചില്ല കേട്ടോ. മനു ഉണ്ടോ ക്ലാസ്സിൽ ഇപ്പൊ? നിങ്ങൾ ഞാൻ കമന്റ് വായിച്ചില്ല എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് കേട്ടോ. കാരണം പോർഷൻസ് എടുക്കുമ്പോഴേ ചിലപ്പോ എല്ലാത്തിനും റിപ്ലൈ തരാനായിട്ട് നിങ്ങളുടെ മെസ്സേജസിൽ വായിച്ച് എനിക്കത് പെട്ടെന്ന് മെസ്സേജിലൊക്കെ ഒന്നും റിപ്ലൈ തരാനായിട്ട് പറ്റാറില്ല. മനു ആണോ ചോദിച്ചത്? മനു ആണെന്നാണോ പറഞ്ഞത്? ആണോ? നമ്മുടെ ചാപ്റ്റർ ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ആയിരുന്നോ? ഓക്കെ, ഒന്ന് കമന്റ് ചെയ്തോളൂ. എന്താണെന്ന് ഞാൻ വായിച്ചില്ല, ആൻസർ ചെയ്യാം. ഓക്കെ, ഇപ്പോ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ആണ് നമ്മൾ എടുത്തത്. സോ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്നും അതുപോലെ തന്നെ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസുകളിൽ നിന്നും അതുപോലെ തന്നെ ലബോറട്ടറി, സാറ്റർഡേ എന്നെ കണ്ടു. ഓക്കെ, സാറ്റർഡേ കണ്ടു സ്ലൈസസിൽ. ഓക്കെ, മനുവിന്റെ വീട് എവിടെയാ? പറവൂർ ഭാഗത്ത് തന്നെയാണോ? സാറ്റർഡേസ്, യെസ്. ഓക്കെ, അപ്പൊ എന്നെ തന്നെയാണ് കണ്ടത്. എന്നിട്ട് കണ്ടിട്ട് സംസാരിക്കാമായിരുന്നില്ലേ? അപ്പോ ആക്ച്വലി നിങ്ങൾക്ക് ടീച്ചേഴ്സിന് അറിയാൻ പറ്റും, എവിടെയെങ്കിലും വെച്ച് കണ്ടാല്. പിന്നെ മനു അല്ല. ഓക്കെ ഓക്കെ, നിങ്ങൾക്ക് സ്റ്റുഡൻസിന് ടീച്ചേഴ്സിനെ ബസ്സിൽ വെച്ചാണ് കണ്ടത്. ഓക്കെ 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 ഓക്കെ, അപ്പം നമ്മൾ എവിടെയെങ്കിലും വെച്ച് നേരിട്ട് കാണുമ്പോൾ നിങ്ങൾ വന്ന് സംസാരിക്കണം. കാരണം നമ്മൾ നിങ്ങളെ കാണുന്നില്ല, ജസ്റ്റ് കുറച്ച് പേരുടെ പേരുകളൊക്കെ മാത്രമേ കാണുന്നുള്ളൂ. നേരിട്ട് കണ്ടാല് ഒന്ന് സംസാരിക്കാം കേട്ടോ. ഓക്കെ, നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റില് നമ്മൾ പഠിച്ചു ഹോസ്പിറ്റലിൽ നിന്നും ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും പുറപ്പെടുവിക്കുന്ന വേസ്റ്റുകളാണ് നമ്മൾ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്. ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ബയോമെഡിക്കൽ വേസ്റ്റ് തന്നെ പറയുന്നതാണ് ഹെൽത്ത് കെയർ വേസ്റ്റ് എന്ന് പറയുന്നു. ഇനി നമ്മൾ ഒരു ഡെഫിനിഷൻ പോലെ പഠിച്ചായിരുന്നു എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റ് എന്നുള്ള ഡെഫിനിഷൻ. നമ്മൾ ഓൾറെഡി അണ്ടർലൈൻ ചെയ്ത് പോയിട്ടുണ്ട്, നോക്കാട്ടോ. ബയോമെഡിക്കൽ വേസ്റ്റ് ഓർ ഹോസ്പിറ്റൽ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ കൈൻഡ് ഓഫ് വേസ്റ്റ് കണ്ടെയ്നിങ് ഇൻഫെക്ഷ്യസ് ഓർ പൊട്ടൻഷ്യലി ഇൻഫെക്ഷ്യസ്. ആ ഒരു ഡെഫിനേഷൻ പഠിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ്. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ 4 പോയിന്റുകളാണ് ലക്ഷ്യങ്ങൾ പഠിച്ചത്. സോ 4 പോയിന്റ് ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ഇനി who is at risk? ഇനി ഈ ബയോമെഡിക്കൽ വേസ്റ്റുകൾ കൊണ്ട് റിസ്ക് അനുഭവിക്കുന്നത് ആരൊക്കെയാണ് എന്ന് പറഞ്ഞു. ഡോക്ടേഴ്സ്, നഴ്സസ്, പേഷ്യന്റ്, ഹോസ്പിറ്റൽ സപ്പോർട്ട് സ്റ്റാഫ്, പബ്ലിക് ആൻഡ് എൻവയോൺമെന്റ്. പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് നോക്കിയത് സോഴ്സസ് ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ്. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിന്റെ ഉറവിടങ്ങളാണ്. അതിൽ മെയിൻ ആയിട്ട് പ്രൈമറിയിലുണ്ട്, സെക്കൻഡറി സോഴ്സസ് ഉണ്ട്. പ്രൈമറിയിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് പ്രത്യേകം നമ്മൾ പഠിച്ചു. ഹോസ്പിറ്റൽ, മെഡിക്കൽ കോളേജ്, നഴ്സിംഗ് സെന്റർ, ഡയാലിസിസ് തുടങ്ങിയവ. സെക്കൻഡറി സോഴ്സസിൽ പറയുന്നതാണ് ഹൗസ് ഹോൾഡ്, ഇൻഡസ്ട്രി, എഡ്യൂക്കേഷൻ, ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇതൊക്കെയാണ് നമ്മുടെ സെക്കൻഡറിയിൽ വരുന്നത്. പിന്നെ നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ് ആണ് നോക്കിയത്. അതിൽ WHO തരംതിരിച്ചിരിക്കുന്ന 8 കാറ്റഗറികളാണ്. ജനറൽ വേസ്റ്റ്, പാത്തോളജിക്കൽ, റേഡിയോ ആക്റ്റീവ്, കെമിക്കൽ, ഇൻഫെക്ഷ്യസ് ടു പൊട്ടൻഷ്യലി ഇൻഫെക്ഷ്യസ് വേസ്റ്റ്,
ഷാർപ്പ്, ഫാർമസ്യൂട്ടിക്കൽ, പ്രഷറൈസ്ഡ് കണ്ടെയ്നേഴ്സ്. പിന്നെ നമ്മൾ നോക്കിയത് ഹസാർഡ് വേസ്റ്റും നോൺ ഹസാർഡ് വേസ്റ്റുകൾ എന്തൊക്കെയാണെന്ന്. പിന്നെ നമ്മൾ അതിന്റെ തന്നെ ഒരു ഫ്ലോ ചാർട്ടാണ് പഠിച്ചത്. ഹസാർഡ് വേസ്റ്റില് ഇൻഫെക്ഷൻസ് ആയിട്ടുള്ളത് ഏതൊക്കെയാണ്, അതർ ഹസാർഡ് വേസ്റ്റുകൾ ഏതൊക്കെയാണ്. വീണ്ടും നമ്മളൊരു ടേബിൾ ആണ് പഠിച്ചത്. അതില് ഒരു ഷാർപ്പ് വേസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇൻഫെക്ഷൻസ് വേസ്റ്റിൽ വരുന്നത്, അതോടൊപ്പം പാത്തോളജിക്കൽ വേസ്റ്റ്, ഫാർമസ്യൂട്ടിക്കൽ, കെമിക്കൽ, റേഡിയോ ആക്റ്റീവ്. അപ്പോൾ ഇവ ഓരോന്നിലുള്ള ടൈപ്പ് ഓഫ് വേസ്റ്റുകൾ പേരുകൾ പഠിച്ചു വെക്കണം കേട്ടോ. പിന്നെ നമ്മള് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസിൽ MOEF പഠിച്ചു, ഇമ്പോർട്ടന്റ് ആണ്. ഫുൾ ഫോം നോക്കണം, മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ്. നമ്മുടെ പ്രോസസ് ആണ് നോക്കിയത്. വേസ്റ്റ് കളക്ട് ചെയ്യുന്നത്, സെപ്പറേറ്റ് ചെയ്യുന്നു. നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻ ഈ ഒരു ചാപ്റ്ററിലെ കാറ്റഗറി അല്ലെ. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് കാറ്റഗറി 1, 2, 3, 4, 5 കാറ്റഗറി 10 വരെ നമ്മൾ പഠിച്ചു. ഓരോ കാറ്റഗറിയും കാറ്റഗറിയിൽ വരുന്ന വേസ്റ്റ് ഏതാണോ, അതിന്റെ കളർ കോഡ് ഏതാണ്, ട്രീറ്റ്മെന്റ് ഡിസ്പോസൽ മെത്തേഡ് ഞാൻ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ ടേബിള് കാറ്റഗറി ഫുൾ ആയിട്ട് പഠിക്കണോന്ന്? നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എനിക്ക് ഇപ്പോഴാണ് ഓർമ്മ വന്നത് അല്ലെ. പേരുകൾ മാത്രം ഞാൻ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ. കാറ്റഗറി 1 എന്താണ്, 2 എന്താണ്, 3 എന്താണ് അല്ലെ. ഓക്കെ, ടൈം ഉണ്ടെങ്കിൽ ഞാൻ പറയിപ്പിക്കാം കേട്ടോ. അപ്പൊ ഓരോ കാറ്റഗറിയിൽ വരുന്ന വേസ്റ്റുകൾ ഏതൊക്കെയാണ്, ജസ്റ്റ് പേര് മാത്രം പറഞ്ഞു നോക്കാം. കാറ്റഗറി 1 വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു സെക്ഷൻ 1 എന്ന് പറയുന്നത് ഹ്യൂമൻ അനാട്ടോമിക്കൽ വേസ്റ്റ് ആണ്. കാറ്റഗറി 2 എന്ന് പറയുന്നത് അനിമൽ വേസ്റ്റ്. കാറ്റഗറി 3 മൈക്രോബയോളജി, ബയോടെക്നോളജി. കാറ്റഗറി 4 വേസ്റ്റ് ഷാർപ്പ് വേസ്റ്റുകള്. 5 എന്ന് പറയുന്നത് ഡിസ്കാർഡഡ് മെഡിസിൻ. 6 സോയിൽഡ് വേസ്റ്റ്. കാറ്റഗറി 7 സോളിഡ്. 8 ലിക്വിഡ് വേസ്റ്റ്. 9 ഇൻസിനറേഷൻ ആഷ്. Then category 10 chemical waste. അപ്പൊ ഇത് പഠിക്കാത്തവരുണ്ടെങ്കിൽ അത് പഠിച്ചോളൂ, ഇമ്പോർട്ടന്റ് ആണ്. Then നമ്മൾ സേഫ്റ്റി മെഷേഴ്സിനായിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസസുകൾ നോക്കി. Then treatment and disposal, incineration out of liver, microwave irradiation, chemical, plasma pyrolysis, and disposal, electrification. പിന്നെ ബെനിഫിറ്റ്സ് ആണ് നമ്മൾ നോക്കിയത്. Then നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ഇമേജിനെ കുറിച്ച് ഒത്തിരി പഠിക്കാനുണ്ട്. പഠിക്കുക, സിംബൽസ് നോക്കുക. Then last one നമ്മൾ നോക്കിയത് മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് മേക്ക് ഷുവർ, ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങള്. Then last one മെഷേഴ്സ് ഫോർ മിനിമൈസേഷൻ. ഇത്രയൊക്കെയാണ് നമ്മളുടെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ. റിവൈസ് ചെയ്തത് വേറെ ഒന്നും കൊണ്ടല്ല, അവരെങ്കിലും ക്ലാസ് മിസ് ആയിട്ടുള്ളവരൊക്കെ ഉണ്ടാകും, അവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ കൂടി റിവൈസ് ചെയ്തത്. ഓക്കെ ആണോ എല്ലാവരും? ക്ലിയർ അല്ലേ ചാപ്റ്റർ ബയോമെഡിക്കൽ വേസ്റ്റ്? ഓക്കെ, ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴേ നമ്മൾ എടുത്ത ഭാഗങ്ങള് ഇന്ന് പഠിപ്പിച്ചതിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് എന്നോ? ഇന്ന് പഠിപ്പിച്ചതില് ഇമേജ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇമേജിൽ നിന്നും പല രീതിയിലും ക്വസ്റ്റ്യൻസ് വരാം. നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടല്ലോ, അത് വെച്ചൊക്കെ ഒന്ന് പഠിക്കണം. ദെൻ സിംബൽസ് നോക്കി വെക്കാം. ഓക്കെ, സിംബൽസുകൾ ഏതൊക്കെയാണ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. Then ബാക്കി മാനേജ്മെന്റ് എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് ഉറപ്പുവരുത്തേണ്ടത് നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി പഠിക്കാം. അത് പ്രത്യേകിച്ച് അണ്ടർലൈൻ ഒന്നും ചെയ്തിട്ടില്ല, സ്വയം ഒന്ന് വായിച്ചൊന്ന് മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, ക്ലിയർ ആണോ? ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ ഇന്ന് പഠിച്ചത്. ഓക്കെ, ഇനി ഞാൻ സമയം കളയണില്ല. നെക്സ്റ്റ് അടുത്തൊരു ചാപ്റ്ററിലോട്ട് ഞാൻ കടക്കുകയാണ്. ഓക്കെ, chapter 6, chapter yes, radiology and imaging service. Okay, പുതിയൊരു ചാപ്റ്റർ ആണ്. ബയോമെഡിക്കലിൽ നിന്നൊക്കെ വളരെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് റേഡിയോളജി ആൻഡ് ഇമേജിംഗ് സർവീസ്. ഓക്കെ, ഇപ്പൊ കുറെ ആളുകൾക്കൊക്കെ ചിലപ്പോ എന്താണ് റേഡിയോളജി എന്നൊക്കെ ചെറിയ ചെറിയ അറിവുകളൊക്കെ നമുക്ക് ഉണ്ടാകും അല്ലെ. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് കേട്ടിട്ടുണ്ടോ? ഹോസ്പിറ്റലില് ഇങ്ങനെയുള്ള ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഉണ്ടെന്ന് അറിയോ? അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾക്ക് അറിയാം അല്ലെ. കൂടുതലായിട്ടൊന്നും നമ്മൾക്ക് ചിലപ്പോ അറിവുണ്ടായില്ല, പോയിട്ടുണ്ട്. ഓക്കെ,
വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ ഹോസ്പിറ്റലില്? നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ വർക്ക് ചെയ്യുന്നവര് ഹോസ്പിറ്റലില്? ഏതെങ്കിലും മറ്റു ഹോസ്പിറ്റലിൽ തന്നെ ഏതെങ്കിലും ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരുണ്ടോ? അറിയാം, ആദ്യമായിട്ടാണ് നമ്മള്. റേഡിയോളജി ആൻഡ് ഇമേജിംഗ് സർവീസസ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ആണ് നമ്മൾ ഇനി എടുക്കാം. വേറെ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇതു അഡ്മിഷൻ ആണോ എന്ന് പറഞ്ഞതാണോ, രജിസ്ട്രേഷൻ ആണോ ഇതു? ഓക്കെ, അപ്പൊ നോക്കാം. റേഡിയോളജി ആൻഡ് ഇമേജിംഗ് സർവീസ് ഇൻട്രൊഡക്ഷൻ നമുക്കൊന്ന് ജസ്റ്റ് വായിക്കാവേ. നോക്കാം. Radiology department is an essential part of any hospital. ഒരു ഹോസ്പിറ്റലിന്റെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു വിഭാഗമാണ് റേഡിയോളജി എന്ന് പറയുന്നത്. Radiology is regarded as a branch of medicine that deals with the radiant energy in the diagnosis and treatment of diseases by using imaging technologies. അതായത് ഇമേജിംഗ് ടെക്നോളജീസ് ഉപയോഗിച്ചുകൊണ്ട് രോഗനിർണയത്തിനും അല്ലെ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്, രോഗനിർണയത്തിനും ചികിത്സയ്ക്കും വേണ്ടി നമ്മൾ റേഡിയന്റ് എനർജി, റേഡിയോളജി എന്ന് പറഞ്ഞാൽ അറിയാലോ, റേഡിയന്റ് എനർജി വെച്ച് ഉപയോഗിക്കുന്ന, റേഡിയന്റ് എനർജി കൈകാര്യം ചെയ്യുന്ന ഒരു മെഡിസിന്റെ ഒരു ബ്രാഞ്ചാണ് റേഡിയോളജി എന്ന് പറയുന്നത്. ഇമേജിംഗ് ടെക്നോളജി ഉപയോഗിച്ച്. എന്താണ് ഇമേജിംഗ് ടെക്നോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ഇമേജിംഗ് ടെക്നോളജി, പിക്ചർ അല്ലെ. ഇമേജിംഗ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്റേ സ്കാനിങ് ഒക്കെയാണ് ഇമേജിംഗ് ടെക്നോളജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇമേജിംഗ് ടെക്നോളജി ഉപയോഗിച്ച് രോഗനിർണയത്തിനും ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്, ചികിത്സയ്ക്കും നമ്മള് റേഡിയന്റ് എനർജി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു ശാഖയാണ് റേഡിയോളജി എന്ന് പറയുന്നത്. മെഡിക്കൽ ഇമേജിംഗ് ഈസ്, ഇനി എന്താണ് ഇമേജിംഗ് എന്നാണ് അടുത്തത് പറയുന്നത്. മെഡിക്കൽ ഇമേജിംഗ് ഈസ് ദ വിഷ്വലൈസേഷൻ ഓഫ് body parts, tissues or organism for use in medical diagnosis, treatment and diseases monitoring. അപ്പോ മെഡിക്കൽ ഇമേജിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡി പാർട്സിന്റെ വിഷ്വലൈസേഷൻ ആണ്. നമ്മുടെ ബോഡിയിലെ അവയവങ്ങളുടെ അല്ലെങ്കിൽ ടിഷ്യൂസിന്റെ, ഓർഗൻസിന്റെ ഒക്കെ വിഷ്വലൈസേഷൻ കിട്ടുന്ന ഒരു പ്രോസസ് ആണ് ഇമേജിംഗ്. സ്കാനിങ് അല്ലെങ്കിൽ എക്സ്റേ, ഇതൊക്കെ നമ്മുടെ ബോഡി പാർട്സിന്റെ വിഷ്വലൈസേഷൻ കിട്ടുകയാണ്. ഇതിനു വേണ്ടി ട്രീറ്റ്മെന്റിനും ഡയഗ്നോസിസിനും ദെൻ നമ്മുടെ അസുഖത്തിനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്റേയും സ്കാനിങ് ഒക്കെ ചെയ്യുന്നത്. ഡോക്ടർ സ്കാനിങ്ങും എക്സ്റേ ഒക്കെ എഴുതി തരും. ഇതിനു വേണ്ടിയിട്ടാണ്, അതിലൂടെ നമുക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ അല്ലെ. ഇപ്പൊ എക്സ്റേ നമ്മുടെ ബോൺസ്, എല്ലുകളൊക്കെ എന്തെങ്കിലുമൊക്കെ പറ്റിയിട്ടുണ്ടോ എന്ന് അറിയാൻ എക്സ്റേ ആദ്യം ചെയ്യിപ്പിക്കും അല്ലെ, എന്നിട്ടല്ലേ നമുക്ക് ട്രീറ്റ്മെന്റ് തരുന്നത്. ആണോ? സ്കാനിങ് ചെയ്യും. സ്കാനിന്റെ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് രോഗത്തെ നിർണ്ണയിക്കുന്നതും അതിനുള്ള ട്രീറ്റ്മെന്റ്സ് നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇൻട്രൊഡക്ഷൻ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഇൻട്രൊഡക്ഷൻ ഭാഗം ഒന്ന് വായിച്ചു നോക്കി. വായിച്ചോ ഇൻട്രൊഡക്ഷൻ? Okay, the term imaging composes of the following. ഇനി ഇമേജിംഗ് ടെക്നോളജി ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞു എക്സ്റേ, അൾട്രാസൗണ്ട്, CT സ്കാൻ, MRI, ഇതൊക്കെയാണ് ഇമേജിംഗ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. ഇതില് എക്സ്റേ എന്ന് പറയുന്നത് എന്താണ്? എക്സ്റേ എന്ന് പറയുന്നത് എക്സ്റേ എടുത്തിട്ടുണ്ടാവുമല്ലോ. എടുത്തിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ചെറുപ്പത്തിലോ എപ്പോഴെങ്കിലും എടുത്തിട്ടുണ്ട്. ഇനി എക്സ്റേ എടുക്കുന്ന പ്രോസസ് എങ്ങനെയാണ്? പെയിൻഫുൾ ആണോ? വേദന ഉണ്ടാവും എക്സ്റേ എടുക്കുമ്പോ? വേദന ഉണ്ടായോ? ഇല്ല അല്ലേ? പെട്ടെന്ന് തന്നെ നമുക്ക് എക്സ്റേ എടുത്ത് കഴിയും. അധികം ടൈം പ്രോസസ് ഒന്നും ഇല്ല അല്ലേ? മെയിൻ ആയിട്ട് എക്സ്റേ എടുക്കുന്നത് എപ്പോഴാണ്? ഒരു പനി വന്നിട്ടുണ്ടെങ്കിൽ എക്സ്റേ എടുക്കാൻ പറയൂ. മെയിൻ ആയിട്ട് എക്സ്റേ എടുക്കുന്നത് എപ്പോഴാണ്?
ഫ്രാക്ചറുകൾ ബോൺ പ്രോബ്ലം ഒക്കെ വരുമ്പോഴാണ് അല്ലെ നോക്കാം. എക്സ്റേ ഇസ് എ റാപ്പിഡ് പെയിൻ ഫ്രീ പ്രൊസീജിയർ. റാപ്പിഡ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ്, അതോടൊപ്പം തന്നെ പെയിൻ ഫ്രീ ആണ്. That is done to create images of structures within the body. നമ്മുടെ ബോഡിയിലുള്ള ആ ഒരു ഘടന സ്ട്രക്ചേഴ്സ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. Particularly the bones. എസ്പെഷ്യലി പറയുകയാണെങ്കിൽ നമ്മുടെ ബോൺസിന്റെ ആ ഒരു ഘടനയൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എല്ലുകൾക്ക് പൊടിവിട്ടോ വീടൊക്കെ പരിക്കൊക്കെ പറ്റുമ്പോൾ എക്സ്റേ എടുത്ത് നോക്കും അല്ലെ. നമ്മുടെ എല്ലുകൾ ഒടിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിക്കുകളൊക്കെ പറ്റിയിട്ടുണ്ടോ എന്ന് നോക്കും. ഇതാണ് എക്സ്റേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓൾറെഡി നിങ്ങൾക്ക് അറിയാം പെയിൻലെസ് ആണ്, ദെൻ റാപ്പിഡ് ആയിട്ടുള്ള പ്രോസസ് ആണ്. ഇനി അൾട്രാസൗണ്ട്, അത് നിങ്ങൾക്ക് കുറെ പേർക്കൊക്കെ സുപരിചിതമായിരിക്കും. അൾട്രാസൗണ്ട് എപ്പോഴാണ് ഈ അൾട്രാസൗണ്ട് സ്കാനിങ് എന്ന് കേട്ടിട്ടുള്ളത് നിങ്ങൾ? എസ്പെഷ്യലി വുമൻസിനൊക്കെ ആണെങ്കിൽ അറിയാൻ പറ്റും, പ്രഗ്നൻസി ടൈമിലൊക്കെ അൾട്രാസൗണ്ട് സ്കാനിങ് വരും അല്ലെ. ഓക്കെ, അപ്പോ ഈ അൾട്രാസൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ ഫ്രീക്വൻസി വേവ് അല്ലെ, നമ്മൾ ഉയർന്ന വേവ് തരംഗങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യുന്നത്. നമ്മുടെ ഇന്റേണൽ ഓർഗൻസ് അല്ലെ, നമ്മുടെ ശരീരത്തിന് ഉള്ളിലെ ഇന്റേണൽ ആയിട്ടുള്ള ഓർഗൻസിന്റെ ഒരു ഇമേജ് ആണ് നമുക്ക് അൾട്രാസൗണ്ട് സ്കാനിലൂടെ ലഭിക്കുന്നത്. ഇതും ഒരു നോൺ ഇൻവാസീവ് പ്രൊസീജിയർ ആണ്, അതായത് പെയിൻലെസ് ആണ് അല്ലെ. ഒരു നോൺ ഇൻവാസീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്രമണകരമൊന്നും അല്ല, സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്, സേഫ് ആണ്. സേഫ് ടു ഒബ്സർവ് ഫോയിറ്റസ്, നമ്മുടെ ഭ്രൂണത്തെ പറഞ്ഞ പ്രഗ്നൻസിയില്ല നമ്മുടെ ഭ്രൂണത്തിനെ ഒബ്സർവ് ചെയ്യാനായിട്ടുള്ള സേഫ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് അൾട്രാസൗണ്ട് സ്കാനിങ് എന്ന് പറയുന്നത്. ട്രാൻസ്ഡ്യൂസർ, ട്രാൻസ്ഡ്യൂസർ എന്നാണോ നിങ്ങളുടെ ടെക്സ്റ്റില് ആണോ? ട്രാൻസ്ഡ്യൂസർ എന്നാണ്. ഓക്കെ, അപ്പൊ ട്രാൻസ്ഡ്യൂസേഴ്സ് ഓവർ സ്കിൻ വിത്ത് കണ്ടക്ടിങ് ജെൽ. ഇപ്പോ അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്തവർക്കാണെങ്കിൽ അറിയാൻ പറ്റും എങ്ങനെയാ അത് പ്രോസസ് ചെയ്യുന്നത്. എങ്ങനെയാ അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്തിട്ടുള്ളവരുണ്ടോ? അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നില്ല, അത് ഒരു ജെല്ല് വരട്ടിക്കൊണ്ടാണ് ജെല്ല് തേച്ചിട്ട്, ഇപ്പോ ജെല്ല് സ്റ്റഫിലാണെങ്കിലും ജെല്ല് വരട്ടിക്കൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്കാൻ ചെയ്യുന്നത്. നമ്മളുടെ ഇന്നറിലുള്ള അല്ലെങ്കിൽ എന്താണ് നമ്മളുടെ ഇന്റേണൽ ഓർഗൻസിനെയാണ്, അല്ലെങ്കിൽ ഒബ്സർവ് ഫോയിറ്റൽ മീൻസ് നമ്മുടെ ഭ്രൂണത്തേക്ക് ഒബ്സർവ് ചെയ്യാനാണ് നമ്മൾ കൂടുതലും ഈ ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുന്നത്. ദെൻ ഇൻവാസീവ് ആയിട്ടുള്ളതാണ്, വലിയ പ്രോബ്ലം വരുന്നില്ല, പെയിൻലെസ് ആണ്. ഓക്കെ, ക്ലിയർ ആണോ? ഇനി ഒന്ന് വായിച്ചു നോക്കിയേ, എക്സ്റേയും അൾട്രാസൗണ്ടും ഒന്ന് വായിക്കുക കേട്ടോ. നിങ്ങൾക്ക് അറിയാവുന്നതാണ് എങ്കിലും ഒന്ന് വായിച്ചു നോക്കുക, എക്സ്റേ ആൻഡ് അൾട്രാസൗണ്ട്. ഇനി അടുത്തത് സി ടി സ്കാൻ ആണ്. സി ടി സ്കാൻ കണ്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് അറിയാൻ പറ്റും. സി ടി സ്കാനിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടഡ് ടോമോഗ്രഫി സ്കാൻ ആണ്. ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ, കമ്പ്യൂട്ടഡ് ടോമോഗ്രഫി സ്കാൻ. ഇവിടെ സി ടി സ്കാൻ എന്ന് പറയുന്നത് makes of computer processed blended of many X-ray measurement from different angles to generate cross-sectional image of specific areas of an object, allowing the user to see inside the object without cutting. അതായത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സി ടി സ്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലാണ് കമ്പ്യൂട്ടഡ് ടോമോഗ്രഫി സ്കാൻ ആണ്. അതായത് നമ്മുടെ ബോഡിയിലെ വിവിധ ഭാഗങ്ങളുടെ വിശദമായിട്ടുള്ള ഇമേജസുകൾ എടുക്കുന്നതാണ് സി ടി സ്കാൻ എന്ന് പറയുന്നത്. അതായത് സി ടി സ്കാൻ എന്ന് പറഞ്ഞൊരു മെഷീൻ നമ്മുടെ ശരീരത്തിന് ബോഡിക്ക് ചുറ്റും വിവിധ കോണുകളിൽ നിന്നായിട്ട് വിവിധ ആംഗിളിൽ നിന്നായിട്ട് ക്രോസ് സെക്ഷണൽ ഇമേജസുകൾ എടുക്കും. പിന്നെ അത് കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടി ഈ ചിത്രങ്ങളൊക്കെ സംയോജിപ്പിച്ചുകൊണ്ട് നമുക്കൊരു ക്രോസ് സെക്ഷണൽ ഇമേജ് ഉണ്ടാകുന്നു. അത് ബോഡി കീറിയൊന്നും മുറിക്കണില്ല, ബോഡിക്ക് ഒന്നും സംഭവിക്കണില്ല, ബോഡിക്ക് പെയിനൊന്നും ഉണ്ടാവില്ല, ബോഡി കീറി മുറിച്ചിട്ടുള്ള ഒരു പ്രോസസ് ഒന്നല്ല. പല ഡിഫറെന്റ് ആംഗിൾസിൽ നിന്നും നമ്മുടെ ബോഡിയുടെ പിക്ചർ എടുത്തിട്ട് അത് കമ്പ്യൂട്ടറുമായിട്ട് സംയോജിപ്പിച്ചെടുക്കുന്നു. ഇതാണ് സി ടി സ്കാൻ എന്ന് പറയുന്നത്.
ചിലപ്പോൾ നിങ്ങൾക്ക് വായിക്കുമ്പോൾ പെട്ടെന്ന് അതങ്ങനെ പിടിയിട്ടില്ല. CT സ്കാൻ ക്ലിയർ ആണോ? CT സ്കാൻ ചെയ്യാൻ പറയുന്നത് എപ്പോഴാണ്? നിങ്ങൾ പരിക്കുകളൊക്കെ പറ്റുമ്പോൾ എടുക്കാനായിട്ട് പറയും അല്ലെ? പല ആളുകളിലേക്ക് നോക്കിയിട്ട് കമ്പ്യൂട്ടറിൽ സഹായത്തോട് കൂടിയൊക്കെയാണ് നമ്മളിത് ക്ലോസ് സെക്ഷൻ. നമ്മൾ തലക്കൊക്കെ പരിക്ക് പറ്റുമ്പോൾ വീഴ്ചയിലൊക്കെ തല ഇടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് CT സ്കാൻ ചെയ്ത് നോക്കാൻ പറയും. പറയാറുണ്ടോ? കേട്ടിട്ടുണ്ടോ അങ്ങനെ പറഞ്ഞേ? വീഴ്ചയൊക്കെ സംഭവിക്കുമ്പോഴേ നമ്മള് CT സ്കാൻ ഒക്കെ ഒന്ന് ചെയ്ത് നോക്കാൻ പറയും അല്ലെ? ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ CT സ്കാൻ. ഓക്കെ, അടുത്തത് MRI ആണ്. മാഗ്നറ്റിക്കിന്റെ സഹായത്തോടു കൂടി നമ്മൾ ചെയ്യുന്നതാണ്. 3 ഡൈമെൻഷണൽ ആണ് MRI എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിനി ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഇനി ടൈം ഇല്ല, ക്ലാസ് കഴിയാറായി. അടുത്ത ക്ലാസ്സിൽ ഈ ഒരു സെക്ഷൻ ഒന്ന് വായിച്ചു വരിക. MRI നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, എടുത്തത്രയും നന്നായിട്ട് പഠിക്കുക. ബയോമെഡിക്കൽ വേസ്റ്റ് കഴിഞ്ഞു, സോ അത് നല്ല രീതിയിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു ഓൾ. Thank you, Miss. Thank you, ma'am. Thank you, ma'am.